പൂച്ചകളെ സ്റ്റെറിലൈസേഷന് വേണ്ടി കൊണ്ടുപോയപ്പോൾ പൂച്ച വെറ്ററിനറിനെ കണ്ട് ഓടി, വെറ്ററിനറി കണ്ട് പേടിച്ചു. അപ്പോൾ എങ്ങനെയാണ് പേടി കൂടാതെ അതിനെ വെറ്ററിനറിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു മാന്യ പ്രേക്ഷകൻ എഴുതി ചോദിച്ചിരുന്നു. പൂച്ചകൾ പൊതുവേ ഒരു ഭയം ഉള്ളവരാണ്. അവർക്ക് അവരുടെ വീടിൻ്റെ പ്രിമൈസിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പൊതുവേ ഭയം വരും. മറ്റാരെയും പെട്ടെന്ന് അങ്ങനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ഭയം വരും. അപ്പോൾ ഭയം വന്നു കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് നാടൻ പൂച്ചയൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊരു ഗ്യാപ്പ് നോക്കിയിട്ട് അവിടുന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള പൂച്ചകൾക്ക് വേണ്ടി കാമിങ് പേസ്റ്റ്, കാമിങ് ലിക്വിഡ്, കാമിങ് ഡ്രോപ്സ്, അതായത് പോപ്പി ഫ്ലവർ, പ്രത്യേകിച്ച് പോപ്പി ഫ്ലവറിൻ്റെ എക്സ്ട്രാക്റ്റ് അടങ്ങി ഒരുപാട് കാമിങ് പേസ്റ്റ്, കാമിങ് ലിക്വിഡൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. അതിലേതെങ്കിലും കൊടുത്തിട്ട് ആ പൂച്ചയെ വെറ്ററിനറിയുടെ അടുത്ത് കൊണ്ടുപോകാം. അദ്ദേഹം അതിനെ പരിശോധിച്ച്, സ്റ്റെറിലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ പരിശോധിച്ച ശേഷം അതിന് അനസ്തേഷ്യ കൊടുത്ത് സർജറി ചെയ്യാൻ സാധിക്കുന്നതാണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായവും എനിക്ക് പേഴ്സണലായിട്ട് ഇതെപ്പോഴും അനുഭവിക്കുന്നതാണ്. കൊണ്ടുവരുമ്പോഴത്തേക്ക് പല പൂച്ചകളും നമുക്ക് അപ്രോച്ചബിൾ അല്ല. കൂട്ടിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും, പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഓടും. അത് കാരണം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം കൂട്ടിൻ്റെ അകത്ത് വെച്ച് തന്നെ കൂട്ടിൻ്റെ അകത്ത് ഒരു പക്ഷേ കൂട്ടിനകത്ത് കൈയിട്ടാൽ ചിലപ്പോൾ അവന് കടിക്കുകയോ മാന്തുകയോ ചെയ്യും. എങ്കിൽ തന്നെ വെളിയിൽ നിന്നൊരു പരിശോധന നടത്തി അതിനുശേഷം വെളിയിൽ നിന്ന് തന്നെ ഒരു പക്ഷേ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും, അങ്ങനെ മയക്കേണ്ടി വരും. അതിനുശേഷം അനസ്തേഷ്യയാക്കി അതിനെ സർജറി ചെയ്യേണ്ടി വരും. അത് വളരെ ബുദ്ധിമുട്ടി. എങ്ങനെ വന്നാലും ഞങ്ങൾ സർജറി ചെയ്ത് തീർക്കാറുണ്ട്. എങ്കിൽ പോലും ഇങ്ങനെയുള്ള, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, കാമിങ് ഡൗൺ മെഡിസിൻസ് അവൈലബിൾ ആണ് പൂച്ചകൾക്ക്. അതിന് ഓരോ പേര് ഞാൻ പറയുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ് പോപ്പി ഫ്ലവറാണ്.